എന്നാലും അവളുമാരുടെയൊക്കെ നല്ല കാലം. ആ, ഒരു വശം ഉയർന്നാലല്ലേ മറുവശം താഴുള്ളൂ. അങ്ങനെ സമാധാനിക്കാം. മതി. ഏട്ടത്തി ഇരിക്കേ, എല്ലാവരും എടുത്ത് കഴിച്ചോളൂ. കഴിഞ്ഞ വർഷം വരെ പായ വിരിച്ച് ഇലയിട്ടായിരുന്നു സദ്യ. ദേവിയും മുത്തശ്ശനും ഒക്കെ ഉള്ളത് ഒരു നിറവായിരുന്നു. കൂടുതൽ നിറവ് വേണ്ട. ഇപ്പം മുത്തശ്ശന്റെ വീട്ടിലെ ആഘോഷം തുടങ്ങിക്കാണും. കാട്ടിക്കിടന്ന ഒരുത്തിക്കിപ്പോ എന്റെ അമ്മ വിളമ്പിക്കൊടുക്കുമായിരിക്കും. അതേപ്പറ്റി പറയാതെ ചേച്ചി, കേൾക്കുമ്പോ രക്തം തിളയ്ക്കുവാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാട്ടിക്കിടന്നാലും ആരോരും ഇല്ലാത്തവളാണെങ്കിലും കാർത്തൂപ്പ അരുണിന്റെ ഭാര്യയാണ്, ഈ വീടിന്റെ മരുമകളാണ്. ആ സ്ഥാനം ആ കുട്ടിക്ക് കൊടുത്തേ പറ്റൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഓണത്തിനെങ്കിലും ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യായിരുന്നു. ഓണമായിട്ട് പോലും നിങ്ങൾ രണ്ടാളും അടുക്കളയിൽ കയറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ ഏട്ടത്തിയെ സഹായിക്കാൻ ദേവയുണ്ടായിരുന്നു. അരുണിനും അത്യാവശ്യം പാചകം അറിയാം. അവനും അരിയാനും പിടിക്കാനും ഒക്കെ ആയിട്ട് അടുക്കള തന്നെ നിൽക്കുകയായിരുന്നു. ഇത് പച്ചക്കറി അരിയാൻ പോലും നിനക്കൊന്നും അറിയില്ല. ഞാൻ കഴിക്കണോ അതോ എഴുന്നേറ്റ് പോണോ? അച്ഛൻ ഇവിടെ ഞങ്ങളെ വന്നപ്പോ മുതൽ കുറ്റപ്പെടുത്തുക. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് ഈ ഓണം ഇങ്ങനെ ആയിപ്പോയതില്. അതിന് കാരണക്കാരി ആരാ അച്ഛാ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ ശരിക്കൊന്ന് ചിന്തിച്ചാൽ ഈ ഓണം ഇങ്ങനെ ആയിപ്പോവാൻ കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. എന്താ അല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്കിളൊന്നും മിണ്ടാതിരിക്കാൻ അങ്കിളെ. എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ മറന്നിട്ട് അപ്പച്ചിയും മുത്തച്ഛനും കൂടി ഇത്തവണ കാണിച്ചത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അങ്ങനെ പറയുന്ന നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. എനിക്കിപ്പോ ഈ വീട്ടിനകത്തെ ജീവിതം മടുപ്പാ. ഞാനങ്ങ് പോയി കഴിഞ്ഞാലേ പിന്നെ കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ ആര് നിനക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരും? അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ അത് പറ്റൂ. പിന്നെ ഫാസ്റ്റ് ഫുഡ് തന്നെ ശരണം. കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവും, കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എന്ന് വെച്ച് കാർത്തൂനെ അരുണ്യം ചെന്ന് വിളിച്ച അവര് വരാൻ പോകുന്നില്ല. അവര് വരണോന്നേ ഞങ്ങൾക്കില്ല. ഇനി നാണോ മാനോ ഇല്ലാതെ തിരികെ വന്ന പഴയതൊക്കെ ആവർത്തിച്ചെന്നിരിക്കും. അവളുടെ മുഖം കണ്ട എനിക്ക് കൊല്ലാൻ തോന്നും. കൊച്ചു കുട്ടികളോടെന്ന പോലെയാ അവളോട് മുത്തച്ഛനും അമ്മയും ഒക്കെ പെരുമാറുന്നത്. ഇപ്പോഴും അവൾക്ക് ചോറ് വാരി കൊടുക്കുമായിരിക്കും രണ്ടും കൂടി. കല്യാണം കഴിഞ്ഞ അന്നു മുതലേ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം.
ഇടയ്ക്കൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ജീവിതം ഒരു പരാജയമാണെന്ന് തോന്നിയ കൈകൊടുത്ത് പിരിയാന്ന്. നീ അതിന് എസ് മൂളിയിട്ടില്ല. പിരിയുമ്പോ കൈ കൊടുക്കണം എന്നുണ്ടോ? കൊടുക്കാതെ പിരിയാലോ. എനിക്കറിയാം അതൊക്കെയാണ് മനസ്സിലിരിപ്പെന്ന്. ഇങ്ങനെ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോണം, അതാണ് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാ പല രീതിയിലും എന്നെ ചൊടിപ്പിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ശീലമല്ലല്ലോ. ദേ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ തമ്മിൽ ഒരിക്കലും കൈ കൊടുത്ത് പിരിയില്ല. പിന്നെ പിരിയും നിങ്ങളെ കൊന്നിട്ട്. എന്നെ വിട്ടുപോകാൻ തിടുക്കം കാട്ടിയാ അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോഴും പിരിയെന്ന് പറയാൻ പറ്റില്ല. ഒന്നിച്ചായിരിക്കും യാത്ര മുകളിലോട്ട്. മരിച്ചാലും എനിക്ക് സ്വൈരം തരില്ലല്ലേ? അവിടെയും കാണുമല്ലോ സ്നേഹിച്ചവരുടെ ആത്മാക്കള്. അവരുമായി അങ്ങനെ ഒന്നിച്ചു പോകണ്ട. സംസാരിച്ച് അവസാനം അത് വലിയൊരു വഴക്കിലെത്തി നിൽക്കും. അതിന് ഓണമെന്നോ വിഷുവെന്നോ നിനക്കില്ല. ചിലപ്പോ വിഷു കൈനീട്ടം തന്നെ ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാരും അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അടച്ചു മൂടിയതുപോലെയാ. സാറിന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണില്ല. കാർത്തുമോളെ കുറിച്ചാ ഇപ്പൊ ഏത് നേരവും സംസാരം. എന്റെ കൊച്ചുമോൻ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ഐശ്വര്യ കാർത്തു. അതുകൊണ്ട് മോളെ കുറിച്ച് സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാണും. മോള് വരുമ്പോ പ്രത്യേകിച്ച്. മുത്തശ്ശന്റെ മോള് പോവുകയാണോ? മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന നേരത്തൊക്കെ ഞാൻ ഓടി വന്നോളാം. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. അവിട്ടവും ചതിയവും കൂടി ഇവിടെ കഴിയായിരുന്നു. അത് വേണ്ട പച്ചി. ഇപ്പൊ തന്നെ ഉത്രാടം തിരുവോണം നമ്മൾ ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടത്തിമാളും വലിയ ദേഷ്യത്തില. അതെനി കൂട്ടാൻ നോക്കണ്ട. ശരിയാ അപ്പച്ചി. അവര് ഓണായിട്ട് മുത്തശ്ശനെ അപ്പച്ചൻ വിളിച്ചതുപോലും ഇല്ലല്ലോ. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. അവരുടെ മനസ്സ് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. ഇന്നലെ വരെ ഞാൻ തെറ്റിന്റെ ഭാഗത്തായിരുന്നു. എന്നാൽ ഇനി നന്മ ആരുടെ ഭാഗത്താണോ അവർക്കൊപ്പമേ ഞാൻ നിൽക്കൂ. മോള് വീട്ടിൽ ചെന്ന ശേഷം മുത്തച്ഛനെ വിളിക്കുവോ? വിളിക്കാം. പോകുന്ന വഴിക്ക് കണ്ണേട്ടന്റെ വീട്ടിലൊന്ന് കയറണം. നാളെ അവിട്ടായിട്ട് അവിടെ വിളിച്ച് എല്ലാവർക്കും സദ്യയും കൊടുക്കണം. ആഹാ, എന്നിട്ട് ഞങ്ങളെയൊന്നും വിളിക്കുന്നില്ലേ? രണ്ടാളും പോരെ? ഞങ്ങൾ പോയിട്ട് വരാം മുത്തശ്ശ. ആ പിന്നെ ഗംഗമ്മാമ സദ്യയൊക്കെ ഗംഭീരായി കേട്ടോ. പാചകത്തിൽ ഡോക്ടറേറ്റ് എടുത്താൽ അഭിനന്ദന. അതത്ര ചെറിയ കാര്യമല്ലാട്ടോ. മോളങ്ങ് പോയപ്പോ ഒരു വിഷമം പോലെ. എനിക്കുണ്ട് നല്ല വിഷമം. പെട്ടെന്ന് എല്ലാരുമായിട്ട് ഇണങ്ങുന്ന കൂട്ടത്തിലാ. ഇതുപോലൊരു മോളെയാണല്ലോ സാറിന്റെ കൊച്ചുമക്കൾ വെറുക്കുന്നത്. മഞ്ജുവിനെയും മാളുവിനെയും കാർത്തുമായിട്ട് ഒന്നിപ്പിക്കാൻ എന്താ മോളെ ഒരു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി വന്ന ഒരാളെ താൻ അമിതമായി സ്നേഹിച്ചാൽ അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ല, ഉത്രാടവും തിരുവോണമൊക്കെ നന്നായിട്ട് പോയോ? എന്നേക്കാൾ കൂടുതൽ ഈ 2 ദിവസം ആശ്വസിച്ചത് അച്ഛനാ. ശരിക്കും ദൈവത്തിന്റെ കുട്ടി തന്നെയാ കാർത്തു. അരികിൽ നിൽക്കുമ്പോ മനസ്സിനാകെ ഒരു തണുപ്പാ.
ഇനി ഇതുകൂടെ കേൾക്കണ്ട ഇളയ മോള് പ്രായത്തിൽ ഏറ്റവും ചെറുതല്ലേ, അതുകൊണ്ട് മനസ്സിന് അത്രയും വലിപ്പേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് മാളുവിന്റെ കല്യാണം നടത്തണം. ഞാനും ലതികേട്ടത്തെയൊക്കെ ഓണത്തിന്റെ അന്ന് പോലും അതേപ്പറ്റി തന്നെ പറയുമായിരുന്നു. പക്ഷെ മാളു നിന്നെടുത്ത് തന്നെ നിൽക്കുക, അതാ സങ്കടം. ശരത്തേട്ടൻ ഒന്നുകൂടി ഒന്ന് ഉപദേശിക്കണം. അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം. എത്രയും പെട്ടെന്ന് അവൾ ഒരാൾക്കൊപ്പം ജീവിതം തുടങ്ങിയില്ലെങ്കിൽ മഞ്ജുവിനൊപ്പം കൂടി അവളുടെ സ്വഭാവം നശിക്കും. അവസാനം അവളിപ്പോ പറഞ്ഞിട്ട് പോയതുപോലെയൊക്കെ ചെയ്യും. എന്തു പറ്റി? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന? മുത്തശ്ശനും അപ്പച്ചിയും ഒത്തുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോരോ സംഭവങ്ങൾ ഓർക്കായിരുന്നു. രാത്രിയില് അപ്പച്ചിയുടെ മുറിയിലാണല്ലോ ഞാൻ കിടന്നത്. അതെ, ഞാനത് മനഃപൂർവ്വം അവിടെ പോയി കിടക്കാൻ പറഞ്ഞതാ. എനിക്ക് തോന്നി അപ്പച്ചി ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പാതിരാത്രി കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഉണർന്നു. ആ നേരത്തുണ്ടല്ലോ സാറേ, അപ്പച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുവാ. അമ്മ മകളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ. ഇടയ്ക്കിടയ്ക്ക് ഉണർന്നപ്പോ എന്റെ തലമുടിയിൽ തഴുകുന്നുണ്ടായിരുന്നു. ഇത് വല്ലാത്തൊരു സ്നേഹമാണല്ലോ. എന്താ അതിന് കാരണമെന്ന് മനസ്സിലാവുന്നില്ല. ഉത്രാട രാത്രി മുതൽ തിരുവോണ സദ്യ കഴിക്കുന്നവരെ ഞാൻ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചത്. അപ്പച്ചിക്ക് മാത്രമല്ല, മുത്തശ്ശനും എന്ത് സ്നേഹമാണോ തന്നോട്. സത്യം പറയാലോ, ഞങ്ങൾ കൊച്ചുമക്കളെ മുത്തശ്ശൻ ഇതുവരെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? തന്നെ കാട്ടിക്കളഞ്ഞ അമ്മ എന്റെ അപ്പച്ചിയാണെന്ന്. ഒന്ന് പോ സാറേ, ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ. അല്ല, കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. താൻ ശ്രദ്ധിച്ചില്ലേ, ഏട്ടത്തിയില്ല, മാളുമില്ല. അതൊന്നും അപ്പച്ചിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അവര് ജനിച്ചതി പിന്നെ ഇത്രയും നാള് അവർക്കൊപ്പായിരുന്നില്ലേ അപ്പച്ചിയുടെ ഓണം. അതുകൊണ്ടായിരിക്കും അവരില്ലാത്തതൊരു വേദനയായി തോന്നാത്തത്. അങ്ങനെ ഇടയ്ക്കപ്പച്ചി പറയുകയും ചെയ്തു. വളർന്നതിന് ശേഷം ഒരു ഓണത്തിനും ഞങ്ങൾക്കാർക്കും മുത്തശ്ശനോ അപ്പച്ചിയോ ഓണസദ്യ വാരി തന്നിട്ടില്ല. ഇവിടെ അതും സംഭവിച്ചു. അതുകൊണ്ടാ ഞാൻ വെറുതെയെങ്കിലും സംശയിച്ചു പോയത്. മുത്തശ്ശനും അപ്പച്ചിയും ഒരേ സമയത്ത് സ്വപ്നം കണ്ടിരിക്കുവാ. ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞെന്ന് എന്നെ അടക്കി പിടിക്കണം, സ്നേഹിക്കണമെന്നൊക്കെ. അമ്മയില്ലാതെ എനിക്ക് അപ്പച്ചി അമ്മയാവണമെന്ന് പറഞ്ഞുന്ന്. ആ നിമിഷം മുതല് എന്നെ അപ്പച്ചിക്ക് സ്വന്തം കുഞ്ഞായിട്ട് തോന്നുവാന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞോ? നേരത്തെ സ്വപ്നം കണ്ടെന്നുള്ളൊക്കെ അപ്പച്ചി പറഞ്ഞിരുന്നു. പക്ഷെ മുത്തച്ഛൻ എങ്ങനെ സ്വപ്ന ദർശനം ഉണ്ടായത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണമായ നാഗക്ഷേത്രത്തിൽ നമുക്ക് ഇടയ്ക്കൊക്കെ പോണം. പ്രത്യേകിച്ച് എല്ലാ ആയില്യത്തിനന്നും നാഗത്തന്മാര് പ്രസാദിച്ച അത് ഒന്നൊന്നര പ്രസാദാന്ന് പറയുന്നത് ശരിയാ. അതിനുശേഷം ഏത് രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ശരിയാ. അതുകൊണ്ട് ആ അമ്പലത്തിലെ നാഗപ്രതിഷ്ഠ എപ്പോഴും മനസ്സിനകത്തുണ്ട്. ആ നാഗത്തന്മാര് ഇപ്പൊ തനിക്കുള്ള ഒരു ചെറിയ പോരായ്മ കൂടി പരിഹരിച്ച ദേ ഇനി ഇതുപോലൊരു തിരുവോണം വരുമ്പോ നമ്മുടെ മടിയിലൊരു കുഞ്ഞുണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പ് ഉപ്പ് എവിടാണോ? ഉപ്പൊക്കെ കാണുന്നിടത്ത് വെച്ചൂടെ? ഇതെവിടെ കൊണ്ടുവച്ചിരിക്കുക? ഈ ഉപ്പെന്താ കൊണ്ടുപോയി ഒളിച്ചു വെച്ചിരിക്കുകയാണോ?
പിടി. അങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ലല്ലോ. ആവശ്യത്തിന് ഉപ്പ്. വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ടൊരു ഭാര്യ എന്നുള്ള സങ്കല്പമൊന്നും എനിക്കില്ല. അതിനോട് താല്പര്യമില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ വന്ന് പെട്ടത് നല്ല ആഹാരം വെച്ച് വിളമ്പി തരാൻ കഴിയുന്നവളുടെ കൈ തന്നെയാ. അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അടുക്കളപ്പണി ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടം. സത്യം പറഞ്ഞാ ശീലിച്ചു കഴിഞ്ഞാ ഇതൊന്നും വലിയ ജോലിയല്ല. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ ജോലി തന്നെ. ഞാനും വക്കീലും കൂടി ഒന്നിച്ച് താമസിക്കുമ്പോ ഞാനായിരുന്നു പാചകം. അവനെ അടുക്കള കയറ്റിയ മൊത്തം കുളവാക്കി തരും. പിന്നെ അത് വൃത്തിയാക്കണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. അതുകൊണ്ട് ഇതിന്റെ ഭാരം എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ പാചകം ചെയ്തപ്പോഴാണ് അമ്മയുടെ വില എന്താണെന്ന് കൂടുതൽ മനസ്സിലായത്. കുട്ടിക്കാലത്ത് അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെച്ചാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദൂരേക്ക് തള്ളിക്കളയും. പിന്നെ ജോലി കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാ അതിന്റെ മഹത്വം മനസ്സിലായത്. അതിനുശേഷം എല്ലാ ആഴ്ചയിലും പറഞ്ഞെത്തുമായിരുന്നു അമ്മയുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ. അതിനൊരു മാറ്റം വന്നത് ഈ നാട്ടിൽ വന്നതിന് ശേഷം. നിങ്ങൾ തട്ടുകട തുടങ്ങിയതിൽ പിന്നെ ചില ആഴ്ച ഞാൻ വീട്ടിലേക്കേ പോയിട്ടില്ല. അല്ല, അതിനമ്മ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ ഇഷ്ടങ്ങൾ എന്താന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാ ദിവസവും അതൊക്കെ സാറിന്റെ മുമ്പിൽ എത്തിയിരിക്കും. പിന്നെ പവിത്രയെടുത്തിയും കണ്ണേട്ടന്റെ അമ്മയൊക്കെ സാറിന് ഇഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഈ കറി ഇത്തിരി കൂടെ ഒഴിക്കട്ടെ? ഇച്ചിരി ആക്കണ്ട, കുറച്ച് കൂടുതൽ ഒഴിച്ചോ. ഇനി നമ്മുടെ ലൈഫില് ആകെയുള്ളൊരു കുറവ് ഒരു കുഞ്ഞ്. അപ്പച്ചിയും അമ്മയൊക്കെ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും തന്റെ ഭാഗത്തുനിന്നൊരു മാറ്റം വന്നിട്ടില്ല. ഉണ്ണി ചെയ്ത പാപത്തിന്റെ ഫലം ഇപ്പോഴും ഒരു പേടിയായിട്ട് തന്റെ മനസ്സിൽ കിടക്കുവാണല്ലോ. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടും തന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. എടോ, ഇവിടെ നമ്മൾ രണ്ടാളും തനിച്ചേ ഉള്ളൂ. അതുകൊണ്ട് എന്റെയും തന്റെയും കുടുംബത്തിലുള്ള ആൾക്കാരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. അത് പറയുന്നത് വിഷമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയാതിരിക്കാനും നിവർത്തിയില്ലല്ലോ. ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് എന്താ കാർത്തൂന് വിശേഷമൊന്നും ഇല്ലെന്ന് വരുന്നവരും പോകുന്നവരൊക്കെ ചോദിക്കുക. ഇനി അതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട. താൻ കഴിക്കടോ. അതെ, അമ്മ ഇപ്പൊ എന്തെങ്കിലും കഴിച്ചു കാണൂ? അവൻ വന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോ സങ്കടം കാണിക്കാൻ വന്നിരിക്കുന്നു. ആർക്ക് കാണണം അവന്റെ സങ്കടം? കൊലയാളിയും ജയിൽ പുള്ളിയൊക്കെ വീട്ടിൽ കേറ്റണ്ടെന്ന് ഞാൻ പറഞ്ഞതാ.
പിന്നെ അവന്റെ ഒരു ആവശ്യം വന്ന് പോയല്ലോ. നീ വാ. എന്നാലും ഏട്ടൻ പോലും എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പാഞ്ഞെത്തിയനെ. ഞാൻ പറഞ്ഞതാ നിന്നെ അറിയിക്കണമെന്ന്, പക്ഷേ എല്ലാരും എതിർത്തു. അല്ല, അമ്മ എന്നെ കാണണ്ടെന്ന് പറഞ്ഞോ അവസാനായപ്പോ? ചേച്ചി അങ്ങനെ പറഞ്ഞു, പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവസാന നാളുകളിൽ അമ്മയ്ക്ക് നാക്കെടുക്കാനൊന്നും കഴിയില്ലായിരുന്നു. എങ്കിലും അമ്മ ഇങ്ങനെ പരതുന്നുണ്ടായിരുന്നു. അത് നിന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ടും എന്തേട്ടാ എന്നെ വിളിക്കായിരുന്നത്? നിനക്കറിയാലോ ആര്യമോളുടെയും നീതയുടെയും കാര്യം. അവർക്കാർക്കും നീ ഇവിടെ വരുന്ന ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാനങ്ങനെ പറഞ്ഞാലും ആ ശബ്ദം ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ. എനിക്ക് കുട്ടികളില്ല. പിന്നെ നിനക്കറിയാലോ ആര്യമോളാ ഞങ്ങൾക്ക് മോളും. അവള് ജയശ്രീയേക്കാളും സുദേവനേക്കാളും സ്നേഹിക്കുന്നത് ഞങ്ങളെ. മോളൊരു കാര്യം തറപ്പിച്ച് പറഞ്ഞാ പിന്നെ ഞങ്ങൾക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഇത് ചതിയായി പോയേട്ടാ. അതിലും വലിയ ചതിയില്ലടാ നീ ചെയ്തത്. എല്ലാവരിലും ഇളയവനായതുകൊണ്ട് നിന്നെയാ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിച്ചത്. എന്നിട്ട് നീയോ കൊന്നില്ലേടാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ ആരാ കൊന്നത്? ആ കഥയൊക്കെ ഇനി പറഞ്ഞ് പരിശുദ്ധനാവാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ അമ്മ പോയില്ലേ, ഇനിയിപ്പോ ആരുടെ മുന്നിൽ എനിക്ക് മാന്യനാവേണ്ടത്? പക്ഷേ മരണപ്പെട്ട അമ്മയുടെ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനറിയാം എന്താ അന്ന് സംഭവിച്ചതെന്ന്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, എന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ അതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നില് നീ കൊലയാളിയാ, ജയിൽ പുള്ളിയാ. അതിന്റെ നാണക്കേട് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ളപ്പോ എന്തിനാ ഏട്ടാ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മയുടെ മാലയുടെ ഫോട്ടോ കാണിക്കാനോ, അതോ വട്ടട വന്ന് കാണാനോ? നിന്നെ വിളിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. നീ വാ. ഞാൻ അകത്തോട്ട് വരുന്നത് എന്റെ ചേച്ചിക്ക് ഇഷ്ടമല്ല. ഏട്ടാ, ഞാൻ വന്നതുകൊണ്ട് ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞു, എന്റെ അളിയൻ. അമേരിക്കയിലായിരുന്നെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിവസം അന്നായിരുന്നു. നീ കൊലക്കുറ്റത്തിന് അറസ്റ്റിലായെന്ന് അറിഞ്ഞ ദിവസം. പിന്നെ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയിട്ടില്ല. എങ്കിലും ജയശ്രീയെ പോലെ സ്നേഹത്തിന് കുറവുണ്ടെന്ന് കരുതണ്ട.